ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. വളരെ മികച്ച രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പാനലായിരിക്കും ഉണ്ടാവുക. തുടർച്ചയായ മൂന്നാമത്തെ തവണയും ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭയിൽ ഭരണസമിതി അധികാരത്തിലെത്തുന്ന യാതൊരു സംശയവും. ഈ പല വാർഡുകളിലും കൂടുതൽ നേതാക്കൾ സീറ്റിന് വേണ്ടി ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു. ഇപ്പൊ പ്രത്യേകിച്ചും ശ്രീരാംപാളയം ഉൾപ്പെടെയുള്ള വാർഡുകൾ ഉൾപ്പെടെയുള്ള 3 ആൾക്കാരെയാണ് ഇപ്പോൾ അവിടെ ഒരു സീറ്റിന് വേണ്ടി ചോദിച്ചത് പറയുന്നത്. ആരോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്? പാർട്ടിക്കകത്ത് അങ്ങനെ ചർച്ച നടന്നു. റിപ്പോർട്ടർ ചാനലിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ ചർച്ച നടന്നു എന്ന് പറയുന്നത്. അങ്ങനെ പാർട്ടിക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നിരവധി പ്രോസസ്സിലൂടെ ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സിനകത്ത് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ വാർഡുകളിലും ഇത്തരത്തിൽ വാർഡിലെ മാനേജ്മെന്റ് കമ്മിറ്റിയോട് ആളുകളുടെ അഭിപ്രായം ചോദിക്കും. അവിടെ ഏറ്റവും ജയസാധ്യതയുള്ള ഒരാൾ വരുന്ന സമയത്ത് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ പാർട്ടി പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പണിയെടുക്കും. ഈ എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നതാണോ കാര്യം? മാറ്റി നിർത്തിയത് നിങ്ങളോട് ആരാ പറഞ്ഞു? സ്ഥാനാർത്ഥി പ്രക്രിയയുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാർഡുകളിലെ വിജയത്തിന് ആവശ്യമായ രീതിയിലുള്ള മുഴുവൻ പ്രവർത്തകർക്കും ഒരു സമ്മതരായിട്ടുള്ള വാർഡിലെ ജനസമ്മതിയുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും 53 വാർഡിൽ ഉണ്ടാവും. ഈ മുതിർന്ന നേതാക്കളോട് കൂടി ആലോചിച്ചില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പരാതി എവിടുന്ന് കിട്ടി, ആരോട് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. പാർട്ടിയിൽ അങ്ങനെ ഒരു പരാതിയും ആർക്കും ലഭിച്ചിട്ടില്ല. പാർട്ടി ഫോറത്തിൽ എവിടെയൊക്കെ ഇതിന്റെ ചർച്ച നടക്കണ്ടോ ആ ഫോറത്തിലെല്ലാം ഇതിന്റെ ചർച്ച നടന്നിട്ടുണ്ട്. ഇതെല്ലാം മറ്റതെല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നേ പറയാം. ഏകപക്ഷീയമായ ലിസ്റ്റ് ആണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തിയില്ല, പ്രത്യേകിച്ച് സ്വന്തം വാർഡുകളിൽ പോലും പ്രധാനപ്പെട്ട ആളുകളോട് കൂടിയാലോചന നടത്തിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഏത് വിഭാഗം ആരോട് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടിയിൽ അങ്ങനെ ആരോട് പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിലും അങ്ങനെ ആരും പറഞ്ഞതായിട്ടും ഞാൻ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ആരാണ് പറഞ്ഞതെന്ന് അറിയാത്തതിന് എനിക്ക് മറുപടി പറയേണ്ട നിലവിലെ കൗൺസിലർമാർക്ക് സീറ്റ് നൽകുമോ? വലിയ പ്രചാരണമൊക്കെ അത് തുടങ്ങി വെച്ചതെല്ലാം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് വന്നത്. ഞാൻ പറഞ്ഞു, കൃത്യമായി പാർട്ടി സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പാർട്ടി ഫോറങ്ങളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ഈ 2 തവണ ഭരണത്തിൽ വന്ന സമയത്തും ആരാണ് ചെയർമാൻ എന്നതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 2 തവണയും ഒരു മിനിറ്റ്, ഈ 2 തവണയും അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരാളല്ല. ഇവിടെ BJP ചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാവരെയും പണിയെടുക്കുന്നതിന് വേണ്ടി, ശക്തമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞാൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ എവിടെയാണ് വ്യക്തമാക്കേണ്ടത് അവിടെ ഞാൻ ഈ കാര്യങ്ങൾ 3-ൽ 2 സീറ്റുകൾ നേടുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് BJP. അങ്ങനെയാണെങ്കിൽ ഈ തമ്മിലടിയെല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ല പാർട്ടി. എവിടെയാണ് തമ്മിലടി? നിങ്ങൾ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും അവരവർ ഏതൊക്കെ ഫോറത്തിൽ ചർച്ച ചെയ്യണമോ ആ ഫോറങ്ങളിലെല്ലാം ചർച്ച നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തമ്മിലടി എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ആരും ഒരു ചെയർപേഴ്സൺ, തൊട്ട് മുമ്പത്തെ ചെയർപേഴ്സൺ ഇപ്പോൾ അത്ര സജീവമല്ല. മാത്രമല്ല അതിന് മുമ്പുള്ള ചെയർപേഴ്സൺ കൈപ്പേറിയ അനുഭവം ഉണ്ടായാലും കൂടെയുള്ളവർ ചതിച്ചെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചു. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അതിന് അവരാണ് മറുപടി പറയേണ്ടതുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവര് ഇപ്പോഴും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ കുറിച്ചോ അവര് ഒരു കാര്യങ്ങളും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലോ മാധ്യമങ്ങൾക്ക് മുൻപിലോ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് 53 വാർഡിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, സ്ഥാനാർത്ഥി പ്രക്രിയ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവുന്ന സമയത്ത് അത് അധികം വൈകേണ്ടി വരില്ല. നിങ്ങൾക്ക് 1-2 ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് 53 വാർഡിലും വളരെ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും പാർട്ടിക്ക് ഉണ്ടാവും.